പംകിൻ റൈസ് ഉണ്ടാക്കാൻ പോണ്. ജമൈക്കൻ പംകിൻ റൈസ്. പാമ്പ് ഗൈസ്, പാമ്പ്. ഒരു ബീ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതമില്ല, ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോവാണ്. തണുക്കുന്നത് ജാക്കറ്റിൽ നിന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ വെതറാണ് ഇവിടെ. എന്താ പറയുക, നല്ല സണ്ണി ഡേ. കാണിച്ചുതരാം. ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ ആണ് അല്ലേ, അല്ലയോ? അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പർച്ചേസിങ്ങിന് പോകുന്നു. പംകിൻ റൈസ് ഉണ്ടാക്കാൻ പോകുന്നു. ജമൈക്കൻ പംകിൻ റൈസ്, അതാണ് ഇന്നത്തെ ടോപ്പിക്. ജമൈക്കൻ പംകിൻ റൈസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കേണ്ട ഒരു മിക്കവാറും. ഞാൻ ഈ ഇടയ്ക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എന്തായാലും തോന്നി. അതുകൊണ്ട് സാധനങ്ങളില്ല, അപ്പോൾ അത് മേടിക്കാൻ എന്തായാലും കടയിൽ പോവാണ്. ഇന്ന് ഈസ്റ്റർ മോണ്ടാക്കാണ് ഇവിടെ. പിന്നെ പംകിൻ റൈസ് തേങ്ങ വെച്ചുണ്ടാക്കാൻ പറ്റും. അതെ, അതിപ്പോൾ കാണിച്ചു തരാം നമുക്ക്. നമ്മൾ ആദ്യം നെറ്റോയിലേക്കാണ് പോകുന്നത്. ഇന്ന് ഈസ്റ്റർ മോണ്ടാക്കാണ്. കട തുറക്കുമെന്ന് അറിയില്ല, പോയി നോക്കണം. തണുപ്പിൻ്റെ അസ്കിതയുള്ള കൊച്ചാത്, അതുകൊണ്ട് ചെറിയ ഈ പുള്ളോറൊന്നും പോരാ, ചെറിയൊരു തണുപ്പാണെങ്കിൽ. അതല്ലേ, അതെ അതെ, എനിക്ക് വളരെ കട്ടി കൂടിയ തരിക. അപ്പോൾ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ്. സൈക്ലിംഗ് ഒക്കെ തുടങ്ങിയ ആൾക്കാർ പോകുന്നുണ്ട് ഇതിൽ. പിന്നെ കുറച്ചൊരു ജോഗൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ബാക്കിൽ നിന്ന് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ഇവിടെ മറ്റേ നമ്മുടെ മരം പൂത്തിരിപ്പുണ്ട്. പൂത്തല്ല, കായും പൂക്കളൊക്കെ ഇട്ടിരിപ്പുണ്ട്. അതെ, ഇത് തിന്നാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ഒരാൾ പറയുന്നത്. നമുക്ക് ഇവളെ കൊണ്ട് തിരിക്കാം. ഇത് കാണാൻ നല്ല രസമാണ്. എപ്പോൾ വന്നാലും ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്. അതെ, എന്താ ഈ കോലത്തിൽ ഫോട്ടോയാ? ജാദുവിനെ പോലെ ഉണ്ട് നിന്നെ കാണാൻ. അതെ, ഈ വീട്ടിലെ ഒരു ഫ്രണ്ടിലത്തെ ഒരു സെറ്റപ്പ്, ഒരു തേനീച്ച. അതെ, താഴെ ഇതാണ് ഫോട്ടോ. ഫോട്ടോ അതിന്ന് ഫോട്ടോ എടുക്കാമല്ലോ. അത് മതി. അത് അവിടെ നിന്ന് നോക്കട്ടെ, എല്ലാവരും കാണട്ടെ. ഇത് അടിപൊളി. ഓ സൂപ്പർ. പട്ടീനെ ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകുന്നു ഒരു അപ്പാപ്പൻ, പാവം. പൈസ. അപ്പോൾ ഞങ്ങൾ ഇനി ബസ് കയറി നെറ്റോലെത്തിയിട്ട് കാണാട്ടോ. ഓക്കെ പൈസ. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈസ്റ്റർ മോണ്ടാകാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ കടകളും ഓപ്പൺ അല്ല. ആൾഡി ക്ലോസ്ഡ് ആണ് നോക്കിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഓപ്പൺ ആണെന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഓപ്പൺ അല്ലെങ്കിൽ മൂഞ്ചിന്നാ പറയണത്. അപ്പോൾ നമുക്കിന്ന് പംകിൻ റൈസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റൈസ് വേണം, പംകിൻ മസ്റ്റായിട്ടും വേണം, പിന്നെ തൈമ്. പിന്നെ തൈമെന്ന് ഒരു ഇലയാണ്, ഒരു ഈ എന്താ പറയുക, ഒരു നല്ല ഫ്ലേവർ തന്നെ, ഒരു മണമൊക്കെ തന്നെ, ഒരു പോലത്തെ ഈ മിൻസ് പോലത്തെ. അപ്പോൾ അത് വേണം. പിന്നെ ഓൾ സ്പൈസസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതുണ്ടാകുന്ന അറിയില്ല. അതില്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ജമൈക്കക്കാരുടെ ഒരു മുളകുണ്ട്, അത് ഇവിടെ കിട്ടാൻ വഴിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയാണ് നമുക്ക് മേടിക്കാനുള്ളത്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ അല്ലേ. നിനക്കൊന്നും പറയാനല്ല, എൻ്റെ പംകിൻ റൈസിനെ കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? എന്താ ഐഡിയ? നിങ്ങളുടെ വൈഫ് ഇങ്ങനെയാണോ? എന്താ നിങ്ങളെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഭൂരിപക്ഷ സാധനങ്ങൾ ഇവള് കഴിക്കാറില്ല. വെറുതെ തൊട്ടുനോക്കി. ഇവർക്ക് പല ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട്, അതുപോലെയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും ഫുൾ ടൈം. ചിക്കനൊക്കെ ആണെങ്കിൽ
തമ്പുരാട്ടി കഴിക്കും. ഇന്ന് ഈസ്റ്റർ മൗണ്ടായതുകൊണ്ടാണെന്നറിയില്ല വലിയ ട്രാഫിക്. അപ്പോഴത്തേക്ക് ഞാനൊരു പ്രാവശ്യം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മെഡിക്കൽ ഷോപ്പ് കൊടുത്ത് തുറന്നിട്ടുണ്ടാകും, പോയി നോക്ക്. ഇവക്കൊരു മരുന്ന് മേടിക്കണമെന്ന്, അപ്പം അത് നമ്മൾ ഇവിടെ ഉണ്ടോ നോക്കാൻ പോവാണ്. ദേ പോയിക്കൊണ്ടിരിക്കുന്നു. മൂഞ്ചിപ്പോയി, ക്ലോസ്ഡ് ആണ്. ചെറുതായിട്ടൊന്ന് പണി പാളി ഗൈസ്. നെറ്റ് ക്ലോസ്ഡ് ആണ്. ഞാൻ അപ്പോഴേ പറഞ്ഞത് നെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. സംശയം ഉണ്ടായിരുന്നു ഓൾറെഡി ഇന്ന് ഈസ്റ്റർ മോണ്ടാണ്, അപ്പോൾ എല്ലാ കടയും തുറക്കൂലെന്ന് എനിക്കറിയാം. എന്നാലും ഗൂഗിൾ നോക്കിയപ്പോൾ ഉണ്ടെന്ന് കാണിച്ച്. അപ്പോൾ പംകിൻ റൈസ് ഗോവിന്ദ ഇല്ലില്ല, ചാൻസ് ഇല്ല. അപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. നടന്നു പോവാം. അപ്പോൾ ആ നടന്നു പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണിച്ചു തരാം നിങ്ങളെ. ഇത് ഇവിടുത്തെ നമ്മുടെ പഴയ തുണികളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിടുന്ന ഒരു വേസ്റ്റ് ബോക്സ് പോലത്തെ സെറ്റപ്പാണ്. ഇത് അതുപോലെ തുണികളിടുന്ന ബോക്സ്. അപ്പോൾ നേരം പെരപരാന്ന് വെളുത്ത് ഇവിടെ ഇപ്പോൾ എത്ര മണി? 10:45. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. ഇനി പംകിൻ റൈസ് വാളിയ സ്ഥിതിക്ക് കുറച്ച് ബസ്മതി റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചിക്കൻ റൈസോ ബിരിയാണി പോലെ അങ്ങനെ. എനിക്കിഷ്ടമല്ല ബിരിയാണി, നല്ല സാധനം. ബിരിയാണി പോലും കഴിക്കാത്ത മനുഷ്യന്മാരുണ്ട്. കഴിക്കും വല്ലപ്പോഴും. ഇത് ചെയ്യാനാണ് ഇങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ 2.5 കിലോമീറ്റർ നടന്നാണ്ട് വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഇപ്പോൾ വെറുതെ പോയി വന്നത്. ഞങ്ങളപ്പോൾ ബസ്സിലേക്ക് കൂടി വരുന്ന സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു മറ്റേ നമ്മളെ വീട്ടിലിരുന്ന് എന്താണ് അതിന് പറയണം, വീട്ടിലിരുന്ന് എക്സസൈസ് വർക്കൗട്ട് ചെയ്യുന്ന സൈക്ലിങ് ചെയ്യുന്ന ഒരു മെഷീൻ ഒരാൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായി. അത് നമുക്ക് എടുത്തിട്ട് പോവാം നല്ലതാണെങ്കിൽ. അപ്പോൾ അത് നല്ലതാണ് ചീത്തയാണെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. സൂര്യൻ നല്ല പിളപിളാന്ന് തിളച്ച് നിൽക്കുന്നു. രാവിലെ 11 മണിയാകാൻ പോകുന്നു. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു മഴ വരാൻ പോകുന്നത്, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് ജർമ്മൻ വെതർ. ഇതൊരു ഇവിടുത്തെ ഓൾഡൻബുർഗർ പല്ല് ഡോക്ടറിൻ്റെ സമുച്ചയം. ഓൾഡൻബുർഗർ സാൻ എറ്റ്സ്റ്റേ. ഇവിടെ ഒരു ഇന്ത്യക്കാരി ഡോക്ടറുണ്ടെന്നാണ് ഞാൻ ഇവിടെ വായിച്ചപ്പോൾ കണ്ടത്. അതിന് നല്ലൊരു സുന്ദരി പട്ടി, ഒരപ്പൻ. ഇതൊക്കെ ഇവിടെ ഇതുപോലെ വെറുതെ എടുത്തിട്ട് പോകാൻ വേണ്ടി വെച്ചേക്കണുണ്ടോ. ബസ് സ്റ്റോപ്പാണ്, ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഉണ്ടല്ലേ. ഊസ് ഹാൾ സൈസ്റ്റല്ലെന്ന് പറയും. അപ്പോൾ ഇവിടെ ഇതുപോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മൂലക്ക് ഭയങ്കര സംഭവം ഇരിപ്പുണ്ട്. വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇത് ഓണായിട്ട് ഗൈസ് ഇല്ല, പക്ഷെ അത് ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇതിൻ്റെ ഇതൊന്നും ശരിയല്ല. ഇവിടെ ഒന്നും ഡിജിറ്റ്സ് ഒന്നും ശരിയല്ല. എന്തോ കംപ്ലൈൻ്റ് ആണെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കില്ല. എന്താ ഇതിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുക. ഓഫാക്കണം. ഓഫായി. ഓഫാവുന്നില്ല. സ്കാൻ. അതെന്താ അടിച്ചു പോയ സാധനമാണ്, ആരോ കൊണ്ടുവന്ന് കളയാൻ വെച്ചേക്കണേന്. എടുത്ത തലയിലാവും. അത് കുഴപ്പമില്ല. ഓഫായില്ലെന്ന് വെച്ച് ഇതിന്റെ പോലീസ് പിടിക്കില്ല. ഒരു ബോൾട്ട് ഇരിപ്പുണ്ട് ഗൈസ്, നമുക്ക് ബോൾട്ട് എടുത്ത് പോയാലോ? ബോൾട്ടിന് പോയാലോ? ബോൾട്ടിന് പോണൊരു വീഡിയോ എടുത്തല്ല. ആ ചവിട്ടനല്ലല്ലോ, ഓടിച്ചാ പോരെ. നീ ഓടിക്കണ്ട, ഞാൻ എടുക്കാം. നമുക്കപ്പോൾ ഒരു ബോൾട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം. ബോൾട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ബോൾട്ടിന് വീട്ടിൽ പോവാം. സ്കാൻ ആക്കൂ.
ഇത് അൺഅവൈലബിൾ ആണ് കറണ്ട്ലി. അപ്പോൾ നടന്നു തന്നെ പോവാം. വാ. ചുമർ ചിത്രങ്ങൾ ഇവിടുത്തെ ആര് വരച്ചാണോ എന്താ എഴുതിയെങ്ങനെ വാങ്ങി വരണത്? എന്തോ മത്തങ്ങാശ്വരത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ. ഇനി ഈ സ്പ്രിങ് സീസൺ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുമ്പോൾ ഇതൊക്കെ പൂക്കളും ഇലകളൊക്കെ വന്ന് ബ്യൂട്ടിഫുൾ ആവൂടാ ഒന്നും കൂടി. അയ്യോ പാവത്തിന് വിശക്കുന്നു. നമുക്ക് പോയിട്ട് കഴിക്കാമെന്നെങ്കിലും. ഇതെന്താണെന്നറിയില്ല. ഇന്ന് പ്ലാൻ ചെയ്തതെല്ലാം മൂഞ്ചി പോണ ദിവസമാണോ. ബോൾട്ട് എടുക്കാൻ നോക്കി അതും മൂഞ്ചിപ്പോയി. ഞാൻ വെച്ച് നിന്റെ തല അതിക്കൊണ്ട് ഇടിച്ചു വെച്ചേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഓക്കെ, നമ്മളപ്പോ 1.5 കിലോമീറ്റർ നടന്ന, ഇല്ല 1 കിലോമീറ്റർ കഴിഞ്ഞു പോകും. ഇനിയൊരു 2 കിലോമീറ്റർ കൂടി. കമോൺ എവരിബഡി. നല്ല മഞ്ഞക്ക. ഇത് മഞ്ഞല്ലല്ലോ, ഇത് പച്ചയല്ലേ. ഇത് പ്യുവർ മഞ്ഞല്ല. എനിക്ക് ഇത് മഞ്ഞായിട്ടല്ലോ, ഒരു മിക്സ് ക്രീം മിക്സ് പോലെ തോന്നാം. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഇതുപോലൊരു വലിയ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഭയങ്കര തലവേദനയാണ് ഇതിനെ കൊണ്ട്. നമ്മളെവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഈ ഗേറ്റ് ഇങ്ങനെ അടയും, കണ്ടില്ലേ. പിന്നെ ഒരു 15 മിനിറ്റ് ട്രാപ്പിഡാണ് അല്ലേ. നിനക്ക് ഇതിനെ കൊണ്ട് വല്ല പ്രശ്നം തോന്നിയിട്ടുണ്ട്? അപ്പോൾ ചില സമയം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ലേറ്റ് ആവും. ഞാൻ പറഞ്ഞു പണി പറഞ്ഞു വൈകിച്ചെന്ന് പണി പറഞ്ഞല്ലോ. ഇതാണ് ബുദ്ധി ഓഫ് എ കേരള നേഴ്സ് ഇൻ ജർമ്മനി. അമ്മച്ചിയുണ്ടോ? എന്ത് പരിശോധിച്ചോ അപ്പുറത്തലത്തെ അമ്മച്ചി കേക്കണ്ട. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് വരുവാണ്. അപ്പൊ ഉണ്ടല്ലോ ഈ പുള്ളിക്കാരി തിരിഞ്ഞു നിന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങളോട്. നമ്മുടെ ഭാഷയിൽ നമ്മളിങ്ങനെ കാണാൻ ഓ നിങ്ങൾ ലൗഡായിട്ടുണ്ടാവും. അത്ര ലൗഡൊന്നുമില്ല, ഒരു ക്യാമ്പർ വാഗൻ. ഒരു മാസമാണ് ഇവിടുത്തെ ആൾക്കാർ. ഇതുപോലത്തെ പാഷനുള്ള കുറേ ടീംസുകളുണ്ട്. നമ്മുടെ വീടിന്റെ അപ്പുറത്തില്ലേ അപ്പച്ചനുണ്ടല്ലോ, ബോട്ട് കാറിന്റെ മേളില് വലിച്ച് ബാക്കിൽ വെച്ചിട്ട് വലിച്ചു. പക്ഷെ ഞങ്ങളുടെ റൂട്ടിലോടുന്ന ഏക ബസ് അല്ല, 2 ബസ്സിൽ 1 ബസ്. ബോട്ട് ഉണ്ടായിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ അത് പുതിയൊരു അറിവായിരുന്നു എനിക്ക്. ഞാൻ കണ്ടിട്ടില്ല. നീ പോയിട്ട് നോക്കാം. ഓക്കെ, ജർമ്മനിയിലായോണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. എന്നെ അടിച്ച് പുറത്താക്കിയാലും നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ നീ അമ്മച്ചിനെ ഇടിച്ചിട്ടാണ്. ഗൈസ്, ഈ വീടുകളുണ്ടോ, ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു റോയാണ്. ഇവിടുത്തെ ഒരേ ഒരു റോയിൽ ഇങ്ങനെ ഒരുപാട് വീടുകൾ. ഞാൻ എൻ്റെ ഒരു വിൻ്റർ ടൈമിലിട്ട വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ ഇങ്ങനെ മഞ്ഞിങ്ങനെ പുതച്ച് കിടക്കുന്നു. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു വീടാണെന്നാണ് ഞാൻ പറയുള്ളൂ. ഇതുപോലത്തെ ഒരു വീടൊക്കെ മേടിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലേ. അവിടെ ഒരു ഫോൾസ് വാഗൻ്റെ ഫൗവയുടെ ഒരു പഴയ ഏതൊരു മോഡൽ പോളോ പഴയതാണെന്നോ എനിക്ക് കറക്റ്റ്. ഗൈസ്, അടുത്ത വെറുതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സ്റ്റെപ്പ്, ഫർഷെങ്കൻ സ്റ്റെപ്പ് ഇതേ ഉണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ഇവക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആരോ സ്കേറ്റ് ചെയ്ത് പോകാൻ പറ്റൂല. നമ്മൾ സ്കേറ്റ് അല്ലേ, ഇത് എന്താ പറയണത്, ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ തീറ്റി വരാം, ഊർന്നു പോവാം. അതെ, കുട്ടികളുടെ എന്തോ സംഭവമാണ്. ആരും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ വീട്ടുകാരായിരിക്കും മിക്കവാറും. നമുക്ക് വേണം തന്നെ എടുത്തിട്ട് പോകാം, നമുക്ക് വേണ്ട. ഈ കുട്ടി അതിൽ കളിക്കാൻ പറ്റില്ല. ഈ കുട്ടി അതിൽ തികയില്ല. ഇത് ഇവിടെയും കുറച്ച് ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ. ഇവിടെയും കുറേ ഫർഷങ്ങൾ, അതായത് വെറുതെ പെറക്കിക്കൊണ്ടായത്. എന്താ ഫർഷങ്ങൻ്റെ ആണോ? പൂക്കൾ പറക്കുന്നു. നോക്കാം നമുക്ക്. ഇത് ചവർ സാധനങ്ങളാണെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാം ഒരുപാട് ചവർ സാധനങ്ങൾ. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതൊന്നും ഇതിൽ. ഇത് അടിപൊളി ഒരു ഷ്രാങ്കാണ്. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടൊക്കെ രീതിയിൽ സ്ഥലങ്ങളൊന്നുമില്ല.
ഇത് എന്തെങ്കിലും ഷെൽഫൊക്കെ അടിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും. എടുക്കണോ? പക്ഷെ നമുക്ക് ഒന്നാമതേ നമ്മുടെ സ്ഥലം കുറവാണ് വീട്ടിൽ. അതുകൊണ്ട് ഈ സാറൊക്കെ എടുത്തിട്ട് പോയിട്ട് വെറുതെ ഇത് എന്തോ സെറ്റ് ചെയ്ത എന്തോ കഷ്ണം ബാക്കികളാണ് ഇരിക്കാൻ പറ്റുന്നത്. നമുക്ക് മൊത്തം അലമ്പായി കിടക്കണം. നമുക്ക് നമുക്ക് പോവാം. അതെ എന്നാലും നമുക്ക് പോവാം. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഓൾഡൻബുർഗ് സിറ്റീനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അധികം വ്യൂസ് ഒന്നും വന്നിട്ടില്ല അതിന്. ഇവള് ഓൾഡൻബുർഗിൽ വന്നിട്ട് എത്ര നാളായി? ഒരു വർഷം 2 വർഷം ആകാറായി. 2 വർഷം. അപ്പം ഞാൻ ഒരുമിച്ചല്ലേ നമ്മൾ വന്നത്? നീ ഏകദേശം ഒരു 2 മാസത്തിൻ്റെ വ്യത്യാസമൊക്കെ. ഓക്കെ. അപ്പൊ നിനക്ക് ഓൾഡൻബുർഗിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓൾഡൻബുർഗ് സിറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിറ്റി. ശാന്തമായ എല്ലാം ഉണ്ട്, എന്നാൽ ഭയങ്കര ശാന്തമായ പ്ലേസ്. അധികം ക്രൗഡ് ഒന്നുമല്ല. അങ്ങനെ നല്ല എല്ലാം നമുക്ക് കയ്യെത്ത എല്ലാം ഉണ്ട്. എല്ലാ കടകളും അങ്ങനെയുള്ള ഷോപ്പുകളും എല്ലാം ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ക്രൗഡ് അല്ല, ഭയങ്കര ശാന്തമായ പ്ലേസ്. ഹോസ്പിറ്റലിന് പറയുന്ന എല്ലാം ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതെ. ഭയങ്കര ബിസി ഉള്ള ഒരു സ്ഥലമല്ല അല്ലേ? ചെറിയൊരു സിറ്റിയാണ്. പക്ഷെ എല്ലാം ഉണ്ട്. ഭയങ്കര ബിസിയും അല്ല, നല്ലൊരു ശാന്തമായ ഒരു പ്ലേസാണ്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റൂഹിക്കാൻ. സ്കൈ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത് ഇവിടെ തന്നെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ നടന്ന് വീടെത്താറായി. ഇനി ജസ്റ്റ് ഒരു 10-100 മീറ്റർ നടക്കണം വീട്ടിലെത്തും. ഇതാണല്ലേ ചാട്. ചാടണ്ട. വേണ്ട പോരി. ഞങ്ങളപ്പോൾ തിരിച്ച് വീടെത്താറായി. അപ്പോൾ നേരത്തെ നമ്മൾ ഫോട്ടോസ് എടുത്ത സ്ഥലത്ത് തന്നെ കഴിയാറായി. ആ പ്ലേസ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് ഇവിടുത്തെ റെയിൽവേ ക്രോസ്. നമ്മൾ കറക്റ്റ് വന്ന് അവിടെ എത്തുമ്പോൾ കറക്റ്റായിട്ട് അടയും. ഇത് എങ്ങനെ ഈ ജോത്സ്യന്മാരാണെന്നൊന്നുമില്ല അവർ. ഇവിടെ 2 സൈക്കിൾ ഇരിപ്പുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെർഷങ്കനാണെന്ന് വിചാരിക്കരുത്. ഇത് ഫെർഷങ്കനൊന്നുമല്ല. ഇത് എടുത്തിട്ട് പോയാൽ തന്നെ പോലീസ് പിടിക്കുന്നത്. അവിടെ ലോക്കിട്ട് വെച്ചേക്കുന്ന ആൾക്കാർ. പ്ലെയിനൊക്കെ വെറുതെ ശരിക്കും നല്ല തെളിഞ്ഞ് കാണാം പ്ലെയിൻ പോണതൊക്കെ. സ്കൈ ഒക്കെ അത്രയും ക്ലിയർ ആയിരുന്നു. എന്താ പറഞ്ഞ നീ വന്നല്ലേ വരുമല്ലേ? പൂച്ച അങ്ങ് ദൂരെയാണ്, ഇവിടുന്ന് കാണില്ല. അടുത്ത റെയിൽവേ ട്രാക്ക് നമ്പർ 2. റെയിൽവേ ട്രാക്കിന് ഇവിടെ ബാൻഷാങ്ക് അല്ലെങ്കിൽ ബാൻഷേങ്ക് അല്ലെങ്കിൽ ബാൻ യുബഗാങ് എന്നൊക്കെ പറയൂട്ടോ. പല പേരുകളുണ്ട്. നമുക്ക് റെയിൽവേ ക്രോസ്. അതെ, നമ്മുടെ തൊട്ട് വീടിനടുത്തത് പിന്നെയും ഇവിടെ കുറച്ച് വർഷങ്ങൾ വെച്ചേക്കുന്നു. അതെ, കോടാലിയൊക്കെ അത് തോറിൻ്റെ മറ്റേ ചുറ്റിയ പോലെ ഉണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും നോക്കട്ടെ കേട്ടോ. ഇതിലെന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഇതിലെനിക്കൊന്നും പറഞ്ഞാൽ പാവ നല്ലതാണ്. പിന്നെ 2-3 ബുക്സൊക്കെ ഉണ്ട്. ബുക്കൊന്നും നമ്മൾ വായിക്കാറില്ലല്ലോ. അത് എവിടെ വെച്ചേക്കുന്നത്? കിൻഡർ ബൈബിളാ. ഓക്കെ, ഇതിലെന്തൊക്കെയോ കുറേ സാധനമുണ്ട് ഗൈസ്. ഇതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ എന്തോ ഫ്ലാഗോ ചിഹ്നമോ എന്തോ ഷീൽഡ്. ഈ പാമ്പ് ഗൈസ്, പാമ്പ്. ഇത് വേണോ? ഇതെടുക്കാല്ലേ? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനുണ്ടോ? ഒരു പാവ. ഈ പാമ്പിനെ ഇതിനെ നമുക്ക് എടുക്കുകയാണെങ്കിൽ കൊണ്ടുപോകണോ? പക്ഷെ ഇതുപോലെ പല സാധനങ്ങളും ഇതുപോലെ വഴി കിടന്ന് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ഫർഷങ്ങ കൾച്ചറാണ് എടുത്ത. അപ്പോൾ അവർക്ക് വേണ്ടാന്നുള്ളത് അവരത് പുറത്തുകൊണ്ടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുന്നത്. നമ്മൾ മാത്രമല്ല എടുക്കുന്നത്. ഇവിടുത്തെ ജർമ്മൻസ് തന്നെ ചിലപ്പോൾ അപ്പുറത്ത് വീട്ടിൽ ആരെങ്കിലും കാണുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ അത് എടുത്തിട്ട് പോവും. അപ്പോൾ ഇതും 2 ഞങ്ങൾ എടുക്കാമെന്ന് വെച്ചാൽ അത് വേണ്ട നമുക്ക്. അതും ഈ പാവേനെ ഇഷ്ടപ്പെട്ടപ്പോൾ ഇത് 2 എടുക്കാന്ന് വെച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഫ്രഷാണ്.
സ്റ്റെൻസിലില്ലേ ആ അതെ അതെ അതെ. ഇത് കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതും പറഞ്ഞ പോലെ ഈ പാമ്പിനെയും കൂടി എടുക്കാം. ഇത് പുത്ത സാധനം ഉണ്ടോ? വേറെ അമ്മ ഉണ്ടല്ലോ അവിടെ നിന്ന് സെർച്ച് എന്നെ കാണണ്ടെങ്കിൽ തോക്കിട്ടി അത് എടുക്കണം. കഴിച്ചാക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ വീട്ടിലൊരു അമ്മാമ്മ കുറേ ബുക്സ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതേത് ബുക്കാണ് നമുക്ക് വേണ്ട, പോവാം. ഇവിടെ രണ്ട് ഗസ്റ്റുകൾ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തെത്തി. അതെ, ഈ കാണുന്ന രണ്ടാമത്തെ വീടാണ് ഞങ്ങളുടേത്, റൈറ്റ് സൈഡിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ മൂഞ്ചിപ്പോയി. അതെ, അടുത്തൊരു നല്ലൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണ് ഞങ്ങൾ, അല്ലേ? എന്ത്? യെസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ചൂസ്.